ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജൂലൈ മാസത്തെ കറണ്ട് അഫെയറുകളാണ്. അരുന്ധതി റോയിക്ക് പെൻ പിൻറ്റർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോവൽ ജേതാവായ എഴുത്തുകാരൻ ഹറോൾഡ് വിൻറ്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. നീറ്റ്, UGC നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ നയിക്കും. 18ാം ലോക്സഭയുടെ പ്രോടൈം സ്പീക്കറായി ഭർതൃഹരി മെഹ്താബ് നിയമിതനായി. ഓം ബിർള ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ഫിൻലാൻഡിൽ വെച്ച് നടന്ന പാവോനൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയായിൽ ആരംഭിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ എത്തി. ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പൽ. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് ഗ്വാളിയോറിൽ രജിസ്റ്റർ ചെയ്തു. ഇത് സംബന്ധിച്ച കേരളത്തിലെ ആദ്യത്തെ കേസ് കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 പേടകം L പോയിന്റിന് ചുറ്റിലുമുള്ള ആദ്യ ഭ്രമണം പൂർത്തിയാക്കി. ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന് തന്മുദ്ര എന്ന പേരിൽ പ്രചരണവുമായി സാമൂഹികനീതി വകുപ്പ്. കെയ്ർ സ്റ്റാമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയാണ്. റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ധനവകുപ്പിൻ്റെ 800 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ധനമന്ത്രിയായി. NC മമ്മൂട്ടി പുരസ്കാരം കുരീപ്പുഴ ശ്രീകുമാറിന്. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം നടൻ മോഹൻലാലിന്. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ സലീം കുമാറിന്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സമ്മാനിച്ചു. ട്രെയിൻ യാത്രക്കാരുടെ പരാതികൾ കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേ വാർ റൂം ഒരുക്കുന്നു.